కేరళంలో ఎన్నికల ప్రచారం నిర్వహించిన రాహుల్ గాంధీ రాష్ట్రంలోని అధికార పార్టీ ఎల్డీఎఫ్ కేంద్రంలోని బీజేపీపై నిప్పులు చెరిగారు. ఎల్డీఎఫ్ పార్టీ బీజేపీ పార్టీ ఒకటే అని ఆరోపించారు. కేరళంలో అధికార పార్టీ లెఫ్ట్ ఫ్రంట్ లాగా ప్రవర్తించడం లేదని ఆరోపించారు రాహుల్. అటు ఎక్కడికి వెళ్లినా హిందూ దేవాలయాల గురించి మాట్లాడే ప్రధాని మోదీ నిన్న ప్రచారంలో మాత్రం ఎందుకు శబరిమల కేసు గురించి మాట్లాడలేదని ప్రశ్నించారు. దేశంలో జరుగుతున్న అన్యాయాన్ని ప్రశ్నించే ఏకైక పార్టీ కాంగ్రెస్ మాత్రమే అని పునరుద్ఘాటించారు రాహుల్ గాంధీ. That LDF can never challenge him in Delhi. അദ്ദേഹത്തിന് വളരെ കൃത്യമറിയാം ഇവിടുത്തെ എൽഡിഎഫിന് ഡൽഹിയിലുള്ള നരേന്ദ്രമോദി ഗവൺമെന്റിനെ വെല്ലുവിളിക്കാൻ സാധിക്കില്ല. So he understands that only the Congress party can defeat him in Delhi and across the nation. അതുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കുന്നു ഡൽഹിയിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമാണ് സാധിക്കുക എന്ന് നരേന്ദ്രമോദി മനസ്സിലാക്കുന്നു. That is why he wants to strengthen the LDF in Kerala. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കേരളത്തിലെ എൽഡിഎഫിനെ ശക്തിപ്പെടുത്തണം എന്ന് തോന്നുന്നത്. Whoever stands against the BJP is attacked. ആരൊക്കെ ബിജെപിക്കെതിരെ നിലകൊള്ളുന്നോ അവരെല്ലാം ആക്രമിക്കപ്പെടുകയാണ്. I have got 36 cases. I'm out on bail. I've been interrogated for 55 hours non-stop. എനിക്കെതിരെ 36 കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ജാമ്യത്തിലാണ് നിൽക്കുന്നത്. എന്നെ 55 മണിക്കൂർ നിരന്തരമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. There are no interrogations of your chief minister taking place. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ചോദ്യം ചെയ്യലും നടക്കുന്നില്ല. There are no interrogations of his family members taking place. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെ ഒരു ചോദ്യം ചെയ്യലും നടക്കുന്നില്ല. There is no pressure or attack on the chief minister of Kerala. കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ആക്രമണമോ ഒരു സമ്മർദ്ദം പോലും ഉണ്ടാവുന്നില്ല. Because both the LDF and the BJP are in partnership. കാരണം എൽഡിഎഫും ബിജെപിയും ഒരേപോലെ ഒരു കൂട്ടുകെട്ടിലാണ് ഇന്ന് നിൽക്കുന്നത്. We have an ideological war with the RSS and the BJP. നമുക്ക് ആർഎസ്എസും ബിജെപിയുമായി ഒരു ആശയപരമായ ഒരു പോരാട്ടം, ഒരു യുദ്ധം തന്നെയാണ് നമ്മൾ നടത്തുന്നത്. You ask the RSS people, you ask the BJP people who fights them and they will give you the answer. നിങ്ങൾ ഒരു ആർഎസ്എസ് പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു ബിജെപിയുടെ പ്രവർത്തകനോട് നിങ്ങൾ ചോദിക്കുക ആരാണ് നിങ്ങൾക്കെതിരെ പോരാടുന്നത് എന്ന് ചോദിച്ചാൽ അത് യുഡിഎഫ് ആണ് എന്നവർ പറയും. So on one side in this election there is the LDF which is being helped by the hidden hand of the BJP. അതുകൊണ്ട് ഒരു വശത്ത് ബിജെപി സഹായിക്കുന്ന ഒരു എൽഡിഎഫ് എന്നുള്ള ഒരു മുന്നണി ഒരു വശത്ത് ഈ പോരാട്ടത്തിലുണ്ട്. And on the other side there is the UDF. മറുവശത്ത് യുഡിഎഫ് ആണ് ഉള്ളത്. That is basically what is going on in the election. അതാണ് ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ അടിസ്ഥാനപരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. You are aware that Mr. Narendra Modi is a compromised prime minister. നിങ്ങൾക്കറിയാം ഈ രാജ്യത്തെ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഒരു കീഴടങ്ങിയ ഒരു പ്രൈം മിനിസ്റ്ററാണ്. If you see the details of the US-India deal, you will find that no Indian prime minister could sign this deal unless he was compromised. നിങ്ങൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് ഡീല് നിങ്ങൾ പരിശോധിച്ചാൽ ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിക്കും അത്തരത്തിലൊരു കരാറിൽ ഒപ്പുവെക്കാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാകും. He has opened the entire agricultural sector to American farmers. നമ്മുടെ ഈ രാജ്യത്തെ മുഴുവൻ കാർഷിക രംഗവും അദ്ദേഹം അമേരിക്കയ്ക്ക് വേണ്ടി ആ ഒരു ട്രേഡ് ഡീലിലൂടെ തുറന്നു കൊടുത്തിരിക്കുകയാണ്. He has given up our energy security to the Americans. നമ്മളുടെ ഊർജ മേഖല, ഊർജ സുരക്ഷ അദ്ദേഹം ഈ കരാറിലൂടെ കോംപ്രമൈസ് ചെയ്തിരിക്കുന്നു. Today India cannot buy oil from who it wants. ഇന്ന് ഇന്ത്യക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രാജ്യത്ത് നിന്ന് എണ്ണ വാങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. It has to take permission to buy oil. നമുക്ക് എണ്ണ വാങ്ങണമെങ്കിൽ നമ്മൾ അനുമതി മേടിക്കണം. Prime Minister has also committed to Mr. Trump that he will buy 9 lakh crores of American products every year. നരേന്ദ്രമോദി നേരത്തെ പറഞ്ഞു 9 ലക്ഷം കോടി രൂപയുടെ
അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. Imagine the result of this on our small and medium industry. ആ കരാറിലുള്ള ഇത് കാരണം നമ്മുടെ ചെറുകിട വ്യവസായത്തിലും ചെറുകിട വ്യാപാര രംഗത്തും ഉണ്ടാകാൻ പോകുന്ന ഒരു ദുരന്തം എന്താണെന്ന് മനസ്സിലാക്കണം. He has handed over India's entire data to the United States. They can use it and they can store it wherever they want. ഇന്ത്യയുടെ മുഴുവനായിട്ടുള്ള ഡാറ്റയും അമേരിക്കയ്ക്ക് അടിയറ വെച്ചിരിക്കുകയാണ്, വിൽപ്പന നടത്തിയിരിക്കുകയാണ്. അവർക്ക് എവിടെയാണോ അത് ശേഖരിക്കേണ്ടത്, അവർക്ക് എവിടെയാണോ അത് വെക്കേണ്ടത്, അവരുടെ ഇഷ്ടാനുസരണം അത് ചെയ്യാം. And the only reason he has done this is because he has been compromised by the United States